ജന്തുലോകത്ത് ശരിയും തെറ്റുമില്ല. ആ ലോകത്തെ ചിമ്പാൻസികൾ 60 ലക്ഷം വർഷങ്ങൾ കൊണ്ട് വളരുകയും അതിലൊന്നിന് ബുദ്ധിയും മനസ്സും ഉദിക്കുകയും ചെയ്ത നാളിനെ മനുഷ്യ ജന്മദിനമെന്ന് വിളിക്കാം. മുഖം, കൈപ്പത്തി, പാദങ്ങൾ എന്നീ ഭാഗങ്ങളൊഴികെ ചെമപ്പും വയലറ്റും ചേർന്ന് ഒതുങ്ങിയ രോമങ്ങളാൽ പൊതിഞ്ഞ വടിവൊത്ത ശരീരമായിരുന്നു അവൻ്റേത്. കാൽപാദം നിരപ്പായിട്ടില്ലാതിരുന്നതിനാൽ നടക്കുമ്പോൾ ഉപ്പൂറ്റി നിലത്ത് കുത്തുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. വൃക്ഷങ്ങളുടെ ഉയരമുള്ള സസ്യഭുക്കുകളായ ഡൈനോസറുകളെന്ന് നാം കരുതുന്ന വലിയ പക്ഷികൾ ഒഴിച്ചാൽ അവനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ട ആരെയും ഭൂമി കണ്ടിരുന്നില്ല. മാംസഭുക്കുകൾ ഭൂമുഖത്ത് ഇല്ലായിരുന്നു. എന്താഗ്രഹിച്ചാലും ലഭിക്കുമെന്നിരിക്കെ പൂർണ്ണ സംതൃപ്തിയിൽ അവന് ആഗ്രഹങ്ങളൊന്നും തോന്നിയിരുന്നില്ല. രണ്ടാമതൊരാൾ കൂടി പിറവിയെടുത്തതോടെ ഏകാഗ്രതയിൽ നിന്നും സാവധാനം വ്യതിചലനം ഉണ്ടായിരിക്കണം. മനസ്സിനെ പൊതിഞ്ഞിരിക്കുന്ന ശരീരം വെളിപ്പെട്ടു തുടങ്ങിയതോടെ പൂർണ്ണത അപൂർണതയ്ക്ക് വഴിമാറുകയായിരുന്നു. കാലക്രമത്തിൽ പീഡകരും പീഡിതരുമായി അത് പരിണമിച്ചിരിക്കുന്നു. പീഡകർക്ക് ആഗ്രഹങ്ങൾ കൂടുന്നതനുസരിച്ച് പീഡിതർക്ക് ആഗ്രഹങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. തന്മൂലം പീഡിതർക്ക് തിരിച്ചുപോകാൻ സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയും പീഡകർക്ക് ആദിമ ലോകം എന്നേക്കുമായി അടയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പീഡകരുടെ മരണാനന്തര മനസ്സുകൾ പീഡിതരുടെ സഹായത്തിനായി കേണാലും ലഭിക്കാൻ സാധിക്കാത്ത വിടവായിരിക്കും അവർക്കിടയിൽ. സമ്പത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വിടവ് വളരുന്നതാണ് ഈ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്.